നമസ്തേ. സർവോദയ ദർശനത്തിന് അതിൻ്റെ സാമൂഹ്യമായ തലമുണ്ട്, ആത്മീയമായ തലമുണ്ട്, സാമ്പത്തിക തലമുണ്ട്, രാഷ്ട്രീയ തലവുമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ രാഷ്ട്രീയ തലത്തിൽ അതിൻ്റെ രാഷ്ട്രീയ വീക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനമായിട്ട് നമുക്ക് പറയാൻ കഴിയും, ഭാരതം കാലങ്ങളായിട്ട് ഇവിടെ നിലനിർത്തി പോന്നിരുന്ന ഒരു ജനാധിപത്യ ക്രമം ഉണ്ട്. അത് വേദങ്ങളിലൂടെ പല ഉപനിഷത്തുകളിലൂടെയും അതുപോലെ തന്നെ ഇവിടേക്ക് വന്ന സഞ്ചാരികൾ, മെഗസ്തനിസിനെ പോലുള്ള ചൈനയിൽ നിന്നും മറ്റൊക്കെ വന്ന സഞ്ചാരി ഹുയാൻസാങ്ങിനെ പോലുള്ള സഞ്ചാരികളുടെ ആ യാത്രാക്കുറിപ്പുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവിടെ അടിസ്ഥാനതല ജനാധിപത്യമുണ്ട് എന്നുള്ളതാണ്. ഓരോ പ്രദേശത്തെയും കാര്യങ്ങൾ രാജാവ് അല്ലെങ്കിൽ അതുപോലെ ചക്രവർത്തിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓരോ പ്രദേശത്തും അവിടുത്തെ ജനങ്ങൾ കൂടിയിരുന്ന് കാര്യങ്ങൾ ചിന്തിക്കുകയും തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാനതല ജനാധിപത്യം, പഞ്ചായത്ത് എന്ന് പറയുന്ന 5 പേർ കൂടുന്ന ഒരു ഭരണ സംവിധാനം ഒക്കെ നിലനിന്നിരുന്നു എന്ന് വേദങ്ങളിൽ തൊട്ട് ഇങ്ങനെ സൂചിപ്പിക്കുന്നു. ആധുനിക കാലത്ത് ഇവിടേക്ക് വന്ന സഞ്ചാരികൾ, 17-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലൊക്കെ വന്ന സഞ്ചാരികളും ഇത് സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നമുക്ക് ഒരു ജനാധിപത്യ രീതിയുണ്ട്. ജനങ്ങളിൽ ആണ് അധികാരം നിലനിൽക്കുന്നത് എന്നുള്ള സങ്കല്പം. ആ ഒരു അടിസ്ഥാന സങ്കല്പത്തിലാണ് ഗാന്ധിജി സർവോദയത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നത്. അധികാരം ജനങ്ങളിലാണ്. തൽക്കാലത്തേക്ക് നമ്മൾ ജനപ്രതിനിധികൾക്ക് ഒക്കെ ചുമതല ഏൽപ്പിക്കുന്നു എന്ന് വെച്ചാലും, രാജാവിന് ചുമതല ഏൽപ്പിച്ചാലും അധികാരം ജനങ്ങളിൽ തന്നെയാണ് എന്നുള്ള ഒരു സങ്കല്പം. അപ്പോൾ ഒരു സർവോദയ ജനാധിപത്യം എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്നത്, നമ്മൾ ഒരു പ്രദേശത്ത് ഉള്ള അടുത്തടുത്തുള്ള കുറച്ച് വീടുകൾ, ഒരു 50 വീടുകളാണ് എങ്കിൽ, അല്ലെങ്കിൽ 75 വീടുകൾ ഉള്ള ഒരു പ്രദേശത്ത് ഒരുമിച്ച് ആ പ്രദേശത്തുള്ള പ്രായപൂർത്തിയായ ആളുകളെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഒരു 100 പേരോ 150 പേരേ ഉണ്ടാവുള്ളൂ. ഒരു വീടിൻ്റെ മുമ്പിൽ കൂടിച്ചേരാനും പ്രയാസമില്ല. നമ്മൾ അയൽക്കൂട്ട യോഗങ്ങൾ ചേരുന്നത് പോലെ, അല്ലെങ്കിൽ കുടുംബ സമ്മേളനങ്ങൾ ചേരുന്ന പോലെ ഒരു വീടിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സമീപത്തുള്ള ഒരു ചെറിയൊരു ഹാളിൽ ഒത്തുകൂടാവുന്നതേ ഉള്ളൂ. ഒരു 100-150 പേർ അവർ കൂടിയിരുന്നു കൊണ്ട് ഈ പ്രദേശത്തുള്ള 50 വീടിന് അല്ലെങ്കിൽ 75 വീട്ടിൽ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഇന്ന ആളാവട്ടെ എന്ന് പറയും. എല്ലാവർക്കും പരസ്പരം അറിയാം. അപ്പോൾ ഇതിന് പറ്റിയ ആളാരാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ പറയും ഇന്ന ആളെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ ആ അയൽക്കൂട്ടത്തിൽ നിന്നും ഒരു വ്യക്തിയെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇന്നത്തെ നമ്മുടെ സങ്കല്പപ്രകാരം ഒരു വാർഡാണെങ്കിൽ ഇതുപോലെ 75 വീടുകളുള്ള കൂടി വന്നാൽ ഒരു 15-ഓ 20-ഓ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഇപ്പോൾ പ്രമാവധി ഒരു 1000-1500 വോട്ട് വരെയൊക്കെയല്ലേ ഇപ്പോൾ ഒരു വാർഡിലുള്ളത്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് തലമുണ്ട്, കോർപ്പറേഷൻ ആണെങ്കിൽ അല്പം കൂടും, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ കൂടുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഒരു വാർഡ് എന്ന് പറയുന്ന, കോർപ്പറേഷൻ ആണെങ്കിൽ ഒരു ഡിവിഷൻ എന്ന് പറയുന്ന ആ മേഖലയിൽ ഒരു 20 മുതൽ 25 വരെ അയൽക്കൂട്ടങ്ങളെ ഉണ്ടാവുള്ളൂ. ആ അയൽക്കൂട്ടങ്ങളിൽ ഇന്ന് ഇതുപോലെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. ഈ 25 പേര് ആ വാർഡിലുള്ള ഒരു സ്ഥലത്ത് കൂടിയിരുന്നു കഴിഞ്ഞാൽ ആ 25 പേരിൽ നിന്ന് ഒരാളെ അവർക്ക് പരസ്പരം തീരുമാനിച്ച് ഒരാളെ ചുമതലപ്പെടുത്താം. നമ്മൾ കുടുംബ സമ്മേളനങ്ങളിലൊക്കെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയല്ലേ. അടിസ്ഥാന ഘടകങ്ങളിലൊക്കെ കൂടിയിരുന്ന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കുടുംബശ്രീ പോലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നില്ലേ, അതുപോലെ നമുക്ക് ഭാരവാഹികളെ തിരഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. അതിന് തിരഞ്ഞെടുപ്പും നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ബാലറ്റ് പേപ്പറും പ്രചരണമൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ ഇതുപോലെ അയൽക്കൂട്ടത്തിൽ നിന്ന് വന്ന പ്രതിനിധികൾ ഒത്തുചേർന്ന് ആ 10-20 പേരിൽ നിന്നും ഒരാളെ വാർഡ് പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇത്തരത്തിൽ വാർഡ് പ്രതിനിധികൾ ഒരു ഗ്രാമപഞ്ചായത്തിൽ കൂടിയിരുന്നു കഴിഞ്ഞാൽ, കൂടി വന്നാൽ ഒരു 20-25 വാർഡ് പ്രതിനിധികൾ ഉണ്ടാവും. ആ 25 വാർഡ് പ്രതിനിധികൾ കൂടി അതിലൊരാളെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നു. ആ പ്രസിഡൻറ്റ് അതുപോലെ തന്നെ ആ പ്രസിഡന്റിനെ സഹായിക്കാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതുപോലെയുള്ള സംവിധാനങ്ങൾ അതിൽ നിന്ന് തന്നെ അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഈ പഞ്ചായത്തിൽ നിന്നും ഒരാളെ നമുക്ക് ബ്ലോക്ക് പ്രതിനിധിയായിട്ട് വിടാം.
അപ്പോൾ ഒരു 7-8 പഞ്ചായത്തുകളുള്ള ഒരു ബ്ലോക്ക് ഏരിയ, വികസന ബ്ലോക്ക് ഏരിയ ആണെങ്കിൽ 8 പേര് ഇതുപോലെ വരുമ്പോൾ ആ 8 പേർ ചേർന്ന് ആ ബ്ലോക്കിൻ്റെ ഭരണം ചെയ്യാം. അതിൽ നിന്ന് ഒരാളെ നമുക്ക് ജില്ലയിലേക്ക് വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ അടിസ്ഥാന തലത്തിൽ പിന്നെ അയൽക്കൂട്ട തലത്തിൽ മാത്രമാണ് നമ്മൾ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ അവിടുന്ന് മുകളിലോട്ട് പ്രതിനിധികൾ കൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. അയൽക്കൂട്ട പ്രതിനിധികൾ കൂടിയിരുന്ന് വാർഡ് മെമ്പർ തിരഞ്ഞെടുത്തു, വാർഡ് മെമ്പർമാർ കൂടി ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ തിരഞ്ഞെടുത്തു, അതിൽ നിന്നും ഓരോ ബ്ലോക്ക് പ്രതിനിധികളാക്കുന്നു. ഇത്തരം ബ്ലോക്ക് പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് ബ്ലോക്ക് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു, ജില്ലയിലേക്ക് ഒരാളെ തിരഞ്ഞെടുത്തു വരും. ഇങ്ങനെ ഒരു ജില്ലയിൽ 17 വികസന ബ്ലോക്ക് ഉണ്ടെങ്കിൽ 17 വികസന ബ്ലോക്കിൽ നിന്ന് വരുന്ന ഓരോ പ്രതിനിധികൾ കൂടിയിരുന്ന ജില്ലാ പഞ്ചായത്തായി ആ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ എടുക്കാം, വേണമെങ്കിൽ സ്റ്റേറ്റിലേക്ക് വിടാം. ഇതുപോലെ സ്റ്റേറ്റിൽ നിന്ന് ഓൾ ഇന്ത്യ തലത്തിലേക്കും ആളെ അയക്കാവുന്നതാണ്. അപ്പോൾ അടിസ്ഥാന തലത്തിൽ മാത്രമാണ് ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത്, ബാക്കിയെല്ലാം പ്രതിനിധികളിലൂടെ തിരഞ്ഞെടുക്കാം. ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായം വന്നാലുള്ള ഒരു ഗുണം എന്താ? ഇനി ഇതിൽ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകൾ എന്തെങ്കിലും കാരണവശാൽ, നല്ല ആളുകളെയാണ് തിരഞ്ഞെടുത്ത് വിടുള്ളൂ, ഏതെങ്കിലും കാരണവശാൽ തെറ്റായ രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ റീകോൾ ചെയ്യാനായിട്ടുള്ള, തിരിച്ചു വിളിക്കാനുള്ള ഒരു സംവിധാനവും ഗാന്ധി മുന്നോട്ട് വെക്കും. അങ്ങനെ വരികയാണെങ്കിൽ അതിനെ തിരിച്ചു വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നേരെ ആ പ്രതിനിധി താഴേക്ക് പോരും, വീണ്ടും ആ പ്രതിനിധി ഏത് അയൽക്കൂട്ടത്തിൽ നിന്നാണ് പോയത് ആ അയൽക്കൂട്ടത്തിൽ നിന്ന് വേറെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംവിധാനം, ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് ഗാന്ധിജി ഉദ്ദേശിക്കുന്ന. അത് ഒരു ഭാരതീയമായിട്ടുള്ള ശൈലി, നമ്മുടെ ശൈലിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് നമുക്കൊരിക്കലും യൂറോപ്യൻ കാർ മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ രീതിയല്ല, പാർലമെൻ്ററി സമ്പ്രദായമല്ല നമുക്ക് വേണ്ടത്. ഭാരതത്തിന് അതിൻ്റേതായ ഒരു പൈതൃക ജനാധിപത്യ പാരമ്പര്യമുണ്ട്. ആ പൈതൃക ജനാധിപത്യം ഇതാണ്. ഇത്തരത്തിൽ പോകുമ്പോൾ അവിടെ കക്ഷി രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയ പാർട്ടികളല്ല തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. ഒരു പഞ്ചായത്തിൽ, ഒരു വാർഡിൽ ആര് സ്ഥാനാർത്ഥിയാവണമെന്നുള്ളത് ഓൾ ഇന്ത്യ തലത്തിലുള്ള പ്രസിഡൻ്റ് ആവും ചിലപ്പോൾ തീരുമാനിക്കുക. ആ പ്രസിഡൻറ്റ് ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പിൻ്റെ ആളെയാണ് സ്ഥാനാർത്ഥിയായിട്ട് വിടുന്നത്. സ്ഥാനാർത്ഥി വരുമ്പോൾ മാത്രമേ തെരഞ്ഞെടുപ്പ് ചിത്രം രംഗത്ത് വരുന്നുള്ളൂ. അപ്പോൾ ആ വെക്കുന്ന 5-6 സ്ഥാനാർത്ഥികളെ ഒരാൾക്ക് പോയി വോട്ട് ചെയ്യുക എന്നുള്ള വോട്ട് കുത്ത് യന്ത്രങ്ങൾ മാത്രമാണ് ഇന്ന് സാധാരണ ജനങ്ങൾ. ഇതാവരുത് ജനാധിപത്യം. ജനങ്ങൾക്ക് തോന്നണം ഞാനും കൂടി ഉൾപ്പെട്ടിട്ടാണ് ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയ നടക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ജനകീയ ജനാധിപത്യം, സർവോദയ ജനാധിപത്യം, ഗാന്ധി പറഞ്ഞ സർവോദയ ജനാധിപത്യം ഉണ്ടാകണം. അങ്ങനെയുള്ള ജനാധിപത്യ ക്രമമാണ് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തുകൾക്ക് പരമാവധി അധികാരങ്ങൾ കൊടുക്കും ചെയ്യാം. വിദേശകാര്യം, അതുപോലെ തന്നെ പ്രതിരോധം, അതുപോലെ പ്രധാന കാര്യങ്ങൾ മാത്രം അഖിലേന്ത്യാ തലത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്നെ ഇത്തരം പഞ്ചായത്തുകളൊക്കെ ഒന്ന് കോർഡിനീകരിക്കാൻ, ഏകോപിപ്പിക്കാനുള്ള ചുമതല കൊടുക്കുക. സംസ്ഥാനത്തിനാണെങ്കിൽ ക്രമസമാധാനം പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചുമതല കൊടുക്കുന്നു. പരസ്പരം സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ക്രോഡീകരണത്തിനുള്ള സംവിധാനം പഞ്ചായത്ത് തലത്തിലുള്ള സംസ്ഥാന പഞ്ചായത്തിന് കൊടുക്കുന്നു. ഓൾ ഇന്ത്യ പഞ്ചായത്തിനാണെങ്കിൽ പ്രതിരോധം, രാജ്യരക്ഷ, അതുപോലെ തന്നെ വിദേശകാര്യം അങ്ങനെയുള്ളതിന് കൊടുക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ഒരു കക്ഷി രാഷ്ട്രീയമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും രാഷ്ട്രീയ സംവിധാനവും നിലനിർത്താൻ സാധിക്കുമെന്നാണ് ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് രീതിയും അതുപോലെ തന്നെ രാഷ്ട്രീയ ക്രമവും. ഒരു പക്ഷേ ചോദിക്കും ഇതൊക്കെ സാധ്യമാണ്. കാരണം ഗാന്ധിജി നിർദ്ദേശിച്ച മാതിരി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് അതിനനുസരിച്ച് ഭരണഘടന തയ്യാറാക്കി ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ഭരണ സംവിധാനം 1939 മുതൽ പൂനെക്കടുത്ത്, മഹാരാഷ്ട്ര പൂനെക്കടുത്തുള്ള ഔന്ത് എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യത്ത് നടപ്പിലായിരുന്നു. ആ നാട്ടുരാജ്യാവ് സ്വയം തീരുമാനിച്ചു. അദ്ദേഹം ഒരു ദേശഭക്തനും ഗാന്ധിയൻ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുമായിരുന്നുകൊണ്ട് അന്ന് ശ്രീനിവാസ റാവു പന്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗാന്ധിയൻ രീതിയിലുള്ള ഭരണക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ അധികാരമൊഴിയുകയാണ്, ജനങ്ങൾക്ക് അധികാരം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അപ്പാ പന്തും അതുപോലെ തന്നെ ഇവരെ ഒപ്പം നിന്ന് ഇതിനെ സഹായിച്ച ഒരു പോളിഷ് എഞ്ചിനീയർ കൂടിയായിട്ടുള്ള മോറിസ് ഫ്രീഡ്മാൻ, ഇവരെ എല്ലാവരുടെയും കൂടി സഹകരണത്തോടു കൂടിയാണ് ഔന്ത് എന്ന് പറയുന്ന നാട്ടുരാജ്യത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ അവർ അപ്പാ പന്തും മോറിസ് ഫ്രീഡ്മാനും
പിന്നെ സേവാഗ്രാമിൽ പോയി ഗാന്ധിയോടൊപ്പം ഇരുന്ന് എങ്ങനെയാണ് ജനകീയ ജനാധിപത്യം നടപ്പാക്കേണ്ടതെന്ന് പഠിച്ച് അതിനനുസരിച്ച് ഭരണഘടന ഉണ്ടാക്കിയിട്ടാണ് ഔന്ത് എന്ന നാട്ടുരാജ്യത്ത് ഭരണം ഉണ്ടായത്. ഈ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ജനകീയ ഭരണം 1939 തുടങ്ങി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് വരേക്ക് ആ ഭരണക്രമം ഒരു കുഴപ്പമില്ലാതെ നടന്നു. അപ്പോൾ ഗാന്ധി നിർദ്ദേശിച്ച ആ സംവിധാനം എന്ന് പറയുന്നത് ഒരു ദിവാസ്വപ്നമായിരുന്നില്ല, തികച്ചും പ്രാക്ടിക്കലാണ്, പ്രായോഗികമാണ് എന്ന് ഈ ഭാരതത്തിൽ തന്നെ തെളിയിച്ചാണ്. പക്ഷേ ബോധപൂർവം ഇത്തരത്തിൽ വിജയിച്ച കക്ഷിരഹിതമായ ജനാധിപത്യത്തിൻ്റെ, ജനകീയ ജനാധിപത്യത്തിൻ്റെ ഒരു ഉദാഹരണം ഇവിടെയുണ്ട് എന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ആരും നമ്മളെ പഠിപ്പിച്ചില്ല, ഒരു ചരിത്രകാരനും എഴുതി വെച്ചില്ല. ബോധപൂർവം അത് മറച്ചു വെച്ചു. ഇനി എഴുതപ്പെട്ടു എങ്കിൽ തന്നെ ഔന്ത് എക്സ്പെരിമെൻ്റ്, ഔന്തിലെ പരീക്ഷണം എന്ന് പറഞ്ഞ് വില കുറച്ച് അതിനെ കാണിക്കുക മാത്രമാണ് ചെയ്തത്. ഈ ഒരു ചരിത്ര നിഷേധമുണ്ടല്ലോ, അതിനെ നമുക്ക് തുറന്നു കാണിക്കാൻ സാധിക്കണം. ഗാന്ധി നിർദ്ദേശിച്ച രീതിയിലുള്ള ഒരു ജനകീയ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ് ഇനി ഉണ്ടാകേണ്ടത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് മുന്നേറ്റം. ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനെ അംഗീകരിക്കാൻ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം. അവർക്ക് ആ പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ വേണ്ടി ഇതിനെ പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ, ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഉണ്ടാകാതിരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പരസ്പരം കടിച്ചു കീറുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒന്നിക്കും. ഗാന്ധിയൻ തെരഞ്ഞെടുപ്പ് രീതി വരാതിരിക്കാൻ വേണ്ടി. വാസ്തവത്തിൽ ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണല്ലോ. ആ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് നടക്കണമെങ്കിൽ ഈ നേരത്തെ ഗാന്ധിജി നിർദ്ദേശിച്ച രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് വരേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ ശരിയാണ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. മറിച്ച് ഇപ്പോൾ പറയുന്ന പലപ്പോഴും എന്താണ്, ഒരു ദിവസം പോയി 5 തെരഞ്ഞെടുപ്പിന് പോയി വോട്ട് കുത്തേണ്ടി വരികയാണ്. വാർഡിലേക്ക് വോട്ട് കുത്തണം, അതുപോലെ തന്നെ ബ്ലോക്കിലേക്ക് വോട്ട് കുത്തണം, ജില്ലയിലേക്ക് വോട്ട് കുത്തണം, അതുപോലെ തന്നെ നിയമസഭയിലേക്ക് വോട്ട് കുത്തണം, പാർലമെൻറ്റിലേക്ക് വോട്ട് കുത്തണം. ഒരാൾ ഒരു ദിവസം പോയിട്ട് 5 സ്ഥലത്തേക്ക് വോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സങ്കീർണത ഉണ്ടാകുകയാണ് ഉണ്ടാകുന്നത്. ജനങ്ങളാകെ പരിഭ്രാന്തരാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു കൊടുക്കുന്ന പാനൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കി വെറുതെ ഇങ്ങനെ യാന്ത്രികമായി വോട്ട് കുത്തി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതല്ല വേണ്ടത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ആണ് സർവോദയ ജനാധിപത്യ രീതി, ജനകീയ ജനാധിപത്യ രീതി നടപ്പാക്കാനാണ് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ ഈ ഭരണഘടനയുടെ 75ാം വാർഷിക വേളയിൽ ഈ ഭരണഘടന ഇതിനനുസരിച്ച് ഒരു ക്രമപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ ഗാന്ധിജിയോടും ഭാരതത്തോടും സ്വതന്ത്ര ഭാരതത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. നന്ദി, നമസ്കാരം.